ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ ബാക്കി നിൽക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ഈ മാസം 28-ന് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കും. ബീഹാറിലെ കുറ്റകൃത്യങ്ങളും പോലീസിലെ വീഴ്ചയും ഉയർത്തിക്കാട്ടി എൻഡിഎയുടെ ജംഗിൾ രാജ് ആരോപണത്തിന് മറുപടി നൽകാനാണ് മഹാസഖ്യത്തിന്റെ നീക്കം. CPIM ML നാളെ ഭോജ്പൂരിൽ നിന്ന് സങ്കൽപ് യാത്ര ആരംഭിക്കും. വിവരങ്ങളുമായി പട്നയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഇപ്പോൾ സജീവമാവുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. സൂചിപ്പിച്ചതുപോലെ തന്നെ പട്നയെ സംബന്ധിച്ചിടത്തോളം, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇരു മുന്നണികളുടെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ, മുഖ്യമന്ത്രി മുഖങ്ങളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിൽ പ്രചരണം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതിൽ ഇന്നലെ NDAയുടെ പ്രചരണം, ഇന്നലെ പ്രധാനമന്ത്രി എത്തിയത് മുതൽ, വിവിധ റാലികളിൽ അദ്ദേഹം പങ്കെടുത്തത് മുതൽ ആ പ്രചരണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ജംഗിൾ രാജിനൊപ്പം തന്നെ അഴിമതി, ലാലു പ്രസാദ് യാദവിന്റെ കാലത്ത് നടന്ന കുറ്റകൃത്യങ്ങൾ, അഴിമതികളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് NDAയുടെ പ്രചരണം ശക്തമാക്കുന്നത്. ഒപ്പം ഇതിനോടകം കൊണ്ടുവന്നിരിക്കുന്ന ജനകീയ പദ്ധതികൾ, വികസനങ്ങൾ എന്നിവയും ആ പ്രചരണത്തിൽ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ മാസം 28-ന് മഹാസഖ്യം അവരുടെ പ്രകടന പത്രിക കൂടി പുറത്തിറക്കിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഇതിനോടകം ജംഗിൾ രാജ് എന്നൊരു ആരോപണമാണ് NDA മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന് ഒരു ബദൽ എന്ന രീതിയിൽ ബീഹാറിൽ ഇതിനോടകം നടന്ന കുറ്റകൃത്യങ്ങൾ, ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച, അനാസ്ഥ എന്നിവയൊക്കെ ഉയർത്തിക്കാട്ടുന്ന തരത്തിലായിരിക്കും ആ പ്രകടന പത്രിക ഉണ്ടാകുന്നത്. അതുകൂടാതെ തന്നെ 10 പദ്ധതികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ആ പ്രകടന പത്രിക അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. CPIML സംബന്ധിച്ചിടത്തോളം നാളെ ഭോജ്പൂരിൽ നിന്ന് CPIML സങ്കല്പ് യാത്ര ആരംഭിക്കുകയാണ്. അതിനുശേഷം 26-ന് തന്നെ, ഒരുപക്ഷെ നാളെ തന്നെ CPIML കൂടി ഒരു സങ്കല്പ യാത്രയ്ക്ക് ശേഷം അവരുടെ കൂടി ഒരു പ്രകടന പത്രിക അവർ പുറത്തിറക്കി ഇറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നണികൾ പ്രചരണം കൂടുതൽ ശക്തമാക്കുകയാണ്. ക്രിസ്റ്റീന. വിനീത വിജിയാണ് പട്നയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും വിവിധ റാലികളുടെയും ഒക്കെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.